ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആരാധ്യാസ് റെസിപ്പീസ്. ഞാനൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ അല്പം ചെമ്പല്ലി എടുത്തിട്ടുണ്ട്. ചെമ്പല്ലി ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറുള്ളി നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ച ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി 4 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, അത് കഴിഞ്ഞ് അല്പം കറിവേപ്പില. ഇതും കൂടി നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. ഫിഷ് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കും. നമുക്ക് ഈ അരച്ച മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസി കുറവ് വേണ്ടവർക്ക് മുളക് കുറച്ചിട്ടാലും മതി. പച്ചമുളകൊക്കെ 2 പച്ചമുളകൊക്കെ എടുത്താലും മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസി ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ മസാലകളൊക്കെ ഒരുമിച്ച് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് തിരുമ്പിയിട്ട് നമുക്ക് ഫിഷിലേക്ക് ചേർത്താലും മതി. ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് 1/2 സ്പൂണോളം അല്ലെങ്കിൽ 1 സ്പൂണോളം നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം. ഈ മസാലകളൊക്കെ ഈ ഫിഷിലേക്കൊക്കെ എത്താവണ വിധത്തിൽ നമുക്ക് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം. ഇത് നല്ലോണം ഞാൻ തിരുമ്പി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വരഞ്ഞ് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വരഞ്ഞ് വെക്കണം. നല്ലതാണ് നമ്മുടെ ഫിഷിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ മസാലകളൊക്കെ പിടിക്കുള്ളൂ. 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇണക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഫിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലകളൊക്കെ നമ്മുടെ എണ്ണയിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.